വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മളിന്ന് ഇറ്റാലിയൻ ഖാലിദ് റഹ്മാൻ ഡൊണ്ണറുമ സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളും ഡൊണ്ണറുമയായിട്ട് ഹെവി ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ആ വാർത്ത പുറത്തേക്ക് വന്നു. റൊമാനോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു PSG അവരുടെ സൂപ്പർ കപ്പ് ഫൈനലിലേക്കുള്ള സ്ക്വാഡിൽ ഡൊണ്ണറുമേനെ ഉൾപ്പെടുത്തിയില്ല, കിടക്ക് പുറത്ത് ഇപ്പോൾ കൊളാനൊക്കെയാണ് PSG ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഡൊണ്ണറുമ ഈസ് സാഡ്. അപ്പോൾ അതുപോലെ തന്നെ ഹിസ് ലൈക്ലി ഡെസ്റ്റിനേഷൻ ഈസ് പ്രീമിയർ ലീഗ് എന്നുള്ള രീതിയിലൊക്കെ റൊമാനോ പറയുന്നുണ്ട്. ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ആണ് ഇറ്റാലിയൻ പ്ലെയറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിയുമ്പോൾ ഏതൊക്കെ ക്ലബ്ബുകൾക്കാണ് സാധ്യത? ഒന്ന് ചെൽസി, മറ്റത് യുണൈറ്റഡ്. അപ്പോൾ ഇന്ന് റൊമാനോ തന്നെ പറഞ്ഞു ചെൽസി അവരുടെ ഗോൾ കീപ്പേഴ്സിൽ അവർ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെൽസി ഡീല് പെർസ്യൂ ചെയ്യില്ല. സോ ഇതിനകത്ത് ആകെ ബാക്കിയുള്ള ടീം എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് ആണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ പറയുന്ന പ്ലെയർ, നമ്മൾ മൊത്തത്തിലൊരു ഗോൾ കീപ്പറെ നമ്മൾ നോക്കുന്നുണ്ട്. അതൊരു ബിഗ് നെയിം, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഗോൾ കീപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്കത്തിൽ നമ്മൾ ആദ്യം മെയിൻ പ്ലെയേഴ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ എമിലിയാനോ മാർട്ടിനസിന്റെ ലിങ്ക് വന്നത്. മാത്രമല്ല നമ്മളൊരു ലോൺ ഓപ്ഷനിൽ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ശ്രമിച്ചിരുന്നു എമി മാർട്ടിൻസിനെ. പക്ഷേ ആസ്റ്റൺ വില്ല അത് റിജക്ട് ചെയ്തു. അപ്പോൾ 50 മില്യണാണ് അവരാവശ്യപ്പെട്ടുകൊണ്ടിരുന്ന തുക. അതിൻ്റെ നേരെ പകുതി 20-25 മില്യൺ ചിലപ്പോൾ ഈ പറയുന്ന ഡൊണ്ണറുമേനെ നമുക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഡീലിനെ അട്രാക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ലോറി വില്ലിൻ്റെ ഒക്കെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് ഈ ഒരു മൂവ് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഒനാനയൊക്കെ ക്ലബിലുണ്ടെങ്കിൽ. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരിക്കലും വിചാരിച്ചൊരു കാര്യമല്ല ഹോയിലൻഡിനെ ടീമിൽ നിന്ന് പുറത്താക്കും, അതുപോലെ തന്നെ സെസ്കോ ടീമിലേക്ക് വരും എന്നുള്ള കാര്യം നമ്മൾ വിചാരിച്ചൊരു കാര്യമില്ല. എന്ന് പറയുന്ന പോലെ പെട്ടെന്നൊരു ഗോൾ കീപ്പറെ കൊണ്ടുവന്നിട്ട് ഒരു പക്ഷേ ഒനാനേനെയോ ബൈൻഡിയറിനെയൊക്കെ ബോംബ് സ്ക്വാഡിലേക്ക് വിടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഡീലിലേക്ക് വന്നു കഴിയുമ്പോൾ കുറേ കൂടി സൗകര്യമാണ് ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഒക്കെ വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറേ കൂടി ഈസി ആയിരിക്കും. കാരണം PSG അത് ഓക്കെ ആയിരിക്കും. ഒരു ലോൺ ഫീ കൊടുക്കുന്നു, മാത്രമല്ല ഒരു ഒബ്ലിഗേഷൻ ടു ബൈ അടുത്ത സീസണിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷത്തെ PSRന്റെ പ്രശ്നത്തിലേക്ക് വരില്ല, അടുത്ത വർഷത്തേക്ക് ഇത് തട്ടാനും പറ്റും. അതുപോലെ തന്നെ ഡൊണ്ണറുമേൻ്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഡൊണ്ണറുമയ്ക്ക് ഇപ്പോൾ PSG കിട്ടുന്ന വേജസ് എന്ന് പറയുന്നത് 248K യൂറോ പെർ വീക്കാണ്. അപ്പോൾ അത് ഏതാണ്ട് 214K പൗണ്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250K പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് 290K യൂറോയുടെ അടുത്തായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡൊണ്ണറുമ ആ ഒരു സാലറിയിൽ മിക്കവാറും ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ക്ലബിനെ സംബന്ധിച്ച് ഇതുപോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, 26 വയസ്സുള്ളൂ, കഴിഞ്ഞ 10 വർഷമായിട്ട് ടോപ്പ് ലെവൽ ഫുട്ബോളിൽ കളിക്കുന്നതാണ്. അപ്പോൾ ടീനേജർ ആയിരുന്ന കാലം തൊട്ട് തന്നെ ടോപ്പ് ലെവൽ ഫുട്ബോളിൽ കളിച്ച് പഴകി ട്രോഫികൾ അടിച്ച UCLും അതുപോലെ യൂറോ കപ്പൊക്കെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ ഉള്ള ഒരാളെ തീർച്ചയായും ക്ലബിന് ഒരു 250 കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് എന്തോ ഡയറക്റ്റ് ടോക്സ് നടത്തുന്നുള്ള രീതിയിലൊക്കെ സള്ളി ടോക്സ് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ അക്കൗണ്ട് ഉണ്ട്. പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, എസ്പെഷ്യലി അക്കാഡമി റിലേറ്റഡ് ട്രാൻസ്ഫർ ടാർഗറ്റുകളൊക്കെ പറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഡൊണ്ണറുമ ക്ലബിലേക്ക് വന്നേക്കാം. അപ്പം കഴിഞ്ഞ ദിവസം മിഗേൽ ഡിലേനി, ഇൻഡിപെൻഡന്റ് ഒരു ജേർണലിസ്റ്റാണ്, പുള്ളിക്കാരനും പറയുന്നുണ്ടായിരുന്നു ഒരു ഫീലിംഗ് ഉണ്ട് ഡൊണ്ണറുമയും ബലീബിയും ക്ലബിലേക്ക് വന്നേക്കും എന്നുള്ള തരത്തിൽ. പക്ഷേ ഡൊണ്ണറുമേൻ്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു അടിപൊളി ഷോർട്ട് സ്റ്റോപ്പറാണ്. ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയാനില്ല. പുള്ളി ഇംഗ്ലീഷ് ടീമുകൾക്കെതിരെയൊക്കെ നാഷണൽ ടീം ഉൾപ്പെടെ ഇഷ്ടംപോലെ തവണ മാസ്റ്റർ ക്ലാസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് വന്നു കഴിയുമ്പോഴും പുള്ളി ഒരു എക്സ്പേർട്ടാണ്. പിന്നെ പുള്ളിയുടെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിസ്റ്റൊക്കെ ഉള്ള ഒരാളാണ്. അത് എസ്പെഷ്യലി ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ സീസണിൽ ആഴ്സണലായിട്ടുള്ള മത്സരത്തിൽ എനിക്ക് ഓഡിഗാർഡിൻ്റെ ഒരു ഷോട്ടാണ്, അതൊരു സ്പ്ലിറ്റ് സെക്കൻഡിൽ പുള്ളി കൈമ കൊണ്ടിട്ട് അത് പോണ കാണണം. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. ബട്ട് വിഷയങ്ങളുണ്ട് ഡൊണ്ണറുമയുടെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ. ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഡെഹയാണ്. ശരിക്കും ഡെഹയായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉള്ളൊരു പ്ലെയറാണ്. പറഞ്ഞ പോലെ ഡെഹയ പെനാൽറ്റിയിൽ ഭയങ്കര മോശമാണ്, പക്ഷേ ഡൊണ്ണറുമ പെനാൽറ്റിയിൽ അടിപൊളിയാണ്. ബട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കാട്ടിലേക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡിലേക്കും ത്രോയിനിലേക്കൊക്കെയാണ് പലപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. ഇപ്പോൾ ലിവർപൂളായിട്ടുള്ള മത്സരത്തിലും പല മത്സരത്തിലും അത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു വലിയൊരു തലവേദനയായിരിക്കും. അതൊരു തലവേദന തന്നെയാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു ഫ്ലിപ്പ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനാനയ്ക്ക് അന്യായ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നൊക്കെ വിചാരിച്ച് പുള്ളിക്കാരനൊരു
വേറൊരു സെൻറ്റർ ബാക്കിനെ അതുപോലത്തെ ഒരു റോളൊക്കെ ചെയ്യും ഡിസ്ട്രിബ്യൂഷൻ വഴി. കാരണം ഇന്ററിൽ നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മുടെ ക്ലബ്ബിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒനാനയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അത് ഒനാനയുടെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാനേജർമാർ അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചിട്ടുള്ളൊരു തീരുമാനം കൊണ്ടായിരിക്കാം. എന്തായാലും ബേസിക് ഗോൾ കീപ്പിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, അതായത് ഷോർട്ട് സ്റ്റോപ്പിംഗ്, അതുപോലെ ഓവറോൾ ആ മെന്റാലിറ്റി എറർ കാണിക്കാതിരിക്കുക, എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഗെയിമിലേക്ക് വന്നു കഴിയുമ്പോൾ ടീമിനെ എന്തെങ്കിലും രീതിയിൽ രക്ഷിക്കുക, അങ്ങനെ കാര്യങ്ങളൊന്നും ഒനാനയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല. അതാണ് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് ഡൊണ്ണരുമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അത് എത്രത്തോളം ടീമിനെ ബാധിക്കും എന്നുള്ള കാര്യവും നമ്മൾ ഇതിനകത്തേക്ക് കൺസിഡർ ചെയ്യേണ്ടതാണ്. അതർവൈസ് ഡൊണ്ണരുമ ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ ഫോർ 26 million. അതുപോലെ തന്നെ വേജസിൻ്റെ കാര്യത്തിലേക്കാണെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു പ്ലെയറിന് കുഴപ്പമില്ലാത്ത വേജസ് കൊടുക്കാനും എനിക്ക് തോന്നുന്ന ക്ലബിന് വലിയ മടിയൊന്നും ഉണ്ടാവില്ല തന്നെയാണ് തോന്നുന്നത്. അപ്പം എന്തായാലും മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഡേവിഡ് ഓൺസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ബലേബ ഈസ് കീൻ ഓൺ മൂവിങ് ടു യുണൈറ്റഡ്. അതായത് ബലേബയ്ക്ക് നല്ല താല്പര്യമുണ്ട്. ഇന്റർമീഡിയേറ്ററീസ് വഴി ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ബലേബയും എനിക്ക് തോന്നുന്നു ബലേബയുടെ ഏജന്റൊക്കെ യുണൈറ്റഡുമായിട്ട് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ എഗ്രിമെന്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ യുണൈറ്റഡിന് താല്പര്യമുണ്ട്, ബലേബയ്ക്ക് വരാൻ താല്പര്യമുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഇവിടുത്തെ വിഷയം? ബ്രൈറ്റൺ ആവശ്യപ്പെടാൻ പോകുന്ന തുകയാണ്. അത് ഓഫ് കോഴ്സ് അതൊരു 100 million സ്റ്റാർട്ടിങ്ങിലായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഇൻസ്റ്റാൾമെന്റ് തരികയോ അല്ലെങ്കിൽ ഈ വർഷം കുറച്ച് പൈസ കൊടുക്കുക, അടുത്ത വർഷം പൈസ കൊടുക്കുക, പിന്നെ ആഡ് ഓൺസ് ഒക്കെ ഈസിലി അച്ചീവബിൾ ആഡ് ഓൺസ് ഒക്കെ കൊടുത്ത് ഒരു 100, 110, 105 million ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ബലീബ വരും എന്ന് തന്നെയുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ളത്. സോ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.